യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്ഷമ ഇസ്രായേൽ പ്രോഗ്രാമിൻ്റെ വചന വിരുന്നിലേക്ക് വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇതിനു മുമ്പ് നമ്മൾ ചിന്തിക്കുകയുണ്ടായി, ആപ്തവാക്യങ്ങൾ ഹൃദയസ്ഥമാക്കുന്നതും സൂക്തങ്ങൾ ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് ജീവിക്കുന്നതും നമുക്കൊരുപാട് ഗുണപ്രദമാണ് എന്ന കാര്യം. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് നമ്മൾ അല്പകാര്യങ്ങൾ കൂടി സുഭാഷിതങ്ങൾ 22, 23, 24 അധ്യായങ്ങൾ ആസ്പദമാക്കി ചിന്തിക്കുക. ഒരു യുവാവിൻ്റെ കാര്യം എൻ്റെ മനസ്സിൽ വരുന്നു. അദ്ദേഹം ജോലി കിട്ടാൻ എളുപ്പം, നല്ല ഭാവി ഉണ്ടാകാൻ എളുപ്പം എന്നെല്ലാം പറഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ പോയി. അദ്ദേഹത്തിന് പഠിക്കാൻ സാധിച്ചു. അതിനുശേഷം ജോലിയും കിട്ടി. ജോലി കിട്ടിക്കഴിഞ്ഞപ്പോൾ ജോലിയിൽ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹം മാതാപിതാക്കളുടെ അടുത്ത് വന്ന് അവരോട് ദേഷ്യപ്പെട്ടു. എന്തിനാണ് എന്നെ നേഴ്സിങ്ങിന് വിട്ടത്? അവർ പറഞ്ഞു, നീയല്ലേ നേഴ്സിങ്ങിനാണ് പോകുന്നെന്നും പറഞ്ഞു പോയത്, ജോലി സാധ്യതയും കാര്യങ്ങളൊക്കെ ഉണ്ട്, എളുപ്പം ജോലി കിട്ടും എന്ന് പറഞ്ഞ് നീയല്ലേ പോയത്, നിങ്ങളല്ലായിരുന്നോ എന്നെ അതിൽ നിന്നും പിന്തിരിപ്പിക്കേണ്ടത്? ഇന്ന് ചിലർ മറ്റുള്ളവരിൽ കുറ്റം കണ്ടുപിടിക്കാൻ ആഗ്രഹിച്ചാൽ എങ്ങനെയെങ്കിലും കുറ്റം കണ്ടുപിടിക്കും, അത് പറയും. ഇവൻ്റെ ആഗ്രഹപ്രകാരം പോയതാണെങ്കിൽ പോലും ഇവൻ ഇന്ന് വന്നിട്ട് ചില യാഥാർത്ഥ്യങ്ങൾ, ജീവിതത്തിൽ ചില കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വന്നപ്പോൾ അതിൻ്റെ പേരിൽ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തി അവരോട് കയർത്ത് സംസാരിക്കുന്ന ഒരു രംഗം. പ്രിയപ്പെട്ടവരെ, ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് എളുപ്പജീവിതമല്ല. ക്രിസ്തുവിനെക്കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം, ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് ആൻ ഈസി വേ. നമ്മൾ കാണുന്നുണ്ടല്ലോ, യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വചനം എടുക്കുമ്പോൾ അവിടെ യേശു തന്നെ പറഞ്ഞൊരു കാര്യമാണ്, വഴിയും സത്യവും ജീവനും ഞാനാണ്. പക്ഷേ ഈ ഞാൻ എളുപ്പ വഴിയാണ് എന്ന് കർത്താവ് പഠിപ്പിച്ചിട്ടില്ല. യഥാർത്ഥ വഴി, രക്ഷപ്പെടാനുള്ള യഥാർത്ഥ വഴി, നമുക്ക് നല്ല ഭാവി ഉണ്ടാകാനുള്ള യഥാർത്ഥ വഴി യേശുക്രിസ്തുവാണ്. ഈ വഴി തേടിപ്പോകുന്നവർ അവരുടെ ജീവിതത്തിൽ കഷ്ടപ്പാടുകൾ, ബുദ്ധിമുട്ടുകളൊക്കെ വന്നാലും അതിനെയെല്ലാം അഭിമുഖീകരിച്ച് അതിജീവിച്ച് മുമ്പോട്ട് പോകാനുള്ള ഒരു പരിശ്രമം അവർ നടത്തും. അതിനുള്ള ഒരു മനസ്ഥൈര്യം അവർക്കുണ്ടാകും. അതാണ് നമുക്ക് വേണ്ടത്. അതല്ലാതെ എളുപ്പവഴി നോക്കിയല്ല നമ്മുടെ ജീവിതത്തിൽ നാം മുന്നേറേണ്ടത്. കാരണം യേശുക്രിസ്തു എളുപ്പവഴിയല്ല, യഥാർത്ഥ വഴിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ക്രിസ്ത്യാനികൾ അന്വേഷിക്കേണ്ടത് എളുപ്പവഴിയല്ല, യഥാർത്ഥ വഴി കണ്ടെത്തി ആ വഴിയെ സഞ്ചരിക്കാൻ, ആ വഴിയെ മുമ്പോട്ട് പോകാൻ അവർക്ക് സാധിക്കണം. അപ്പോഴാണ് അവർ ലക്ഷ്യത്തിലെത്തുന്നതും രക്ഷ പ്രാപിക്കുന്നതും എന്ന കാര്യം നാം വിസ്മരിക്കരുത്. മറ്റൊരു കാര്യം, ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നൊരു കാര്യമുണ്ട്. ഇംഗ്ലീഷിൽ പറയും, ഈസി മണി വോണ്ട് ലാസ്റ്റ്. ഈ എളുപ്പ വഴിയിൽ, കുറുക്ക് വഴിയിൽ നമ്മൾ
സമ്പാദിച്ചത് നിലനിൽക്കണമെന്നില്ല. അനായാസം നമ്മൾ നേടിയത് നിലനിൽക്കണമെന്നില്ല, അത് അപ്രത്യക്ഷമാകും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സുഭാഷിതങ്ങൾ 13-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം നമ്മെ പഠിപ്പിക്കുന്ന ഒരു കാര്യം അതാണ്: അനായാസം നേടിയ സമ്പത്ത് ക്ഷയിച്ചു പോകും. മറ്റാരെങ്കിലും ഒക്കെ ആയിട്ട് കഷ്ടപ്പെട്ട് സമ്പാദിച്ചു വെച്ച ആ സമ്പത്ത് കൈക്കലാക്കി ഒരു എളുപ്പ ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവർ അവരുടെ ജീവിതത്തിൽ സന്തോഷവും സംതൃപ്തിയും നിലനിൽക്കുന്ന സമാധാനവും കണ്ടെത്തിയെന്ന് വരില്ല. നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിന് മുമ്പ്, ചിലവഴിക്കുന്നതിന് മുമ്പ് സമ്പാദിക്കാൻ നമ്മൾ തയ്യാറാകണം. അതിന് കഷ്ടപ്പെടാൻ നമ്മൾ തയ്യാറാകണം. എന്നിട്ട് ചിലവഴിക്കുമ്പോൾ അതിൽ അർത്ഥം കണ്ടെത്താനും ആനന്ദം കണ്ടെത്താനും നമുക്ക് സാധിക്കും എന്നുള്ളത് നാം മനസ്സിലാക്കിയിരിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിനി സുഭാഷിതങ്ങൾ 23-ഉം 24-ഉം അധ്യായങ്ങൾ നമ്മുടെ മുമ്പിൽ വെച്ചുകൊണ്ട് ഏതാനും ചില സൂക്തങ്ങൾ, വൈസ് സെയിങ്, അതേക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. കുറേ കാര്യങ്ങൾ 22-ാം അധ്യായത്തിൽ നിന്ന്, അതുപോലെ 23-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ്. അതിൻ്റെ തന്നെ തുടർച്ചയായിട്ട് മറ്റു കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. 23-ാം അധ്യായത്തിൻ്റെ 22-ാമത്തെ വചനം, അവിടെ നമ്മൾ വായിക്കുന്നത് ഇപ്രകാരമാണ്: പിതാവിനെ അനുസരിക്കുക, അമ്മയെ നിന്ദിക്കരുത്. നമ്മുടെ ജീവിത വിജയത്തിന് ദൈവം നൽകുന്നൊരു നിർദ്ദേശം, സൂക്തവാക്യം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ സാധിക്കും. ഈ കാര്യങ്ങൾ: പിതാവിനെ ബഹുമാനിക്കണം, അമ്മയെ നിന്ദിക്കരുത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമുക്ക് പ്രഭാഷകൻ 3-ാം അധ്യായത്തിലൂടെയും 7-ാം അധ്യായത്തിലൂടെയും കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കുക. വളരെ വിശദമായിട്ട് പല കാര്യങ്ങളും കർത്താവ് അവിടെ നമ്മെ പഠിപ്പിക്കുന്നത് കാണാൻ പറ്റും. മാതാപിതാക്കളെ ബഹുമാനിച്ചാൽ ഉണ്ടാകാവുന്ന അനുഗ്രഹങ്ങൾ, അവരെ നിന്ദിച്ചാൽ, വേദനിപ്പിച്ചാൽ ഉണ്ടാകാവുന്ന നാശനഷ്ടങ്ങളെക്കുറിച്ചൊക്കെ ഈ അധ്യായം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. 7-ാം അധ്യായം 27, 28 വചനങ്ങൾ എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: മാതാപിതാക്കളാണ് നിനക്ക് ജന്മം നൽകിയതെന്ന് ഓർക്കുക, അവരുടെ ദാനത്തിന് നിനക്ക് എന്ത് പ്രതിഫലം നൽകാൻ പറ്റും? നമ്മൾ ജീവിതകാലം മുഴുവൻ അവരെ എത്ര സ്നേഹിച്ച് ആദരിച്ച് സംരക്ഷിച്ചെന്ന് പറഞ്ഞാലും അവരുടെ ദാനത്തിന് നന്ദി അർപ്പിക്കാൻ, വേണ്ടതുപോലെ നന്ദി പറയാൻ നമുക്ക് സാധിച്ചെന്ന് വരില്ല. പറയുണ്ട്, മാതാപിതാക്കളെ ബഹുമാനിക്കണം, വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത് എന്ന് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. സുഭാഷിതങ്ങൾ 23-ന്റെ 26-ാമത്തെ വചനം, അവിടെ പറഞ്ഞിരിക്കുന്നത്: ദൈവത്തെ കേൾക്കുക, അവിടുത്തെ മാർഗത്തിൽ ചരിക്കുക. ലിസൺ ടു ഗാഡ്. ദൈവത്തെ കേൾക്കുക, അതുപോലെ തന്നെ അവൻ്റെ മാർഗത്തിൽ ചരിക്കുക. വാക്ക് ഇൻ ലവ്, വാക്ക് ഇൻ ഹിസ് ലവ്. അങ്ങനെയൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ദൈവത്തെ കേട്ടുള്ള ഒരു ജീവിതം, ദൈവസ്നേഹത്തിൽ സഞ്ചരിക്കുന്ന ഒരു ജീവിതം, ഇത് നമുക്ക് വളരെ ആവശ്യമാണ്. ക്രിസ്ത്യാനികളായിട്ട് ജീവിക്കാൻ, ജീവിത വിജയം കൈവരിക്കാൻ ഇവ നമുക്ക് ആവശ്യമാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വചനം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: ഇസ്രായേലെ കേൾക്കുക. ക്ഷേമ ഇസ്രായേൽ, ഇസ്രായേലെ കേൾക്കുക. ദൈവമക്കൾ ദൈവത്തെ കേട്ട് ജീവിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. നിയമാവർത്തനം 7-ന്റെ 12 മുതൽ വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ഈ നിയമങ്ങൾ കേൾക്കുകയും പാലിക്കുകയും ചെയ്യണം, അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഗ്രഹങ്ങൾ വളരെ വിപുലമായിരിക്കും എന്നുള്ളത് ഈ വചനഭാഗം തുടർന്ന് വായിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സുഭാഷിതങ്ങൾ 23, 30-ാമത്തെ വചനം എടുക്കുമ്പോൾ മറ്റൊരു കാര്യം അവിടെ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. സുഭാഷിതങ്ങൾ 23-ന്റെ 30-ാമത്തെ വചനം: വീഞ്ഞു കുടിച്ച് സമയം പോക്കരുത്, വീഞ്ഞ് കലർത്തി രുചി പരീക്ഷിക്കരുത്. ചില വീരന്മാരെക്കുറിച്ചും ബിരുദന്മാരെക്കുറിച്ചുമൊക്കെ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. പലതരം വീഞ്ഞ് കലർത്തി രുചിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവർ, മദ്യപിക്കാൻ വേണ്ടി ഉറങ്ങാതിരിക്കുന്നവർ, മദ്യപാനത്തിന് വേണ്ടി അതിരാവിലെ ഉണരുന്നവർ, അങ്ങനെയുള്ള വ്യക്തികളുടെയൊക്കെ കാര്യം
ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്ന കാര്യമാണ്. ഇങ്ങനെ ഒരു കാര്യത്തിലേക്ക് നിൻ്റെ ജീവിതത്തെ നീ വിട്ടുകൊടുക്കരുത്. അത് നിന്നെ നാശത്തിലേക്ക് നയിക്കും. അവസാനം അതൊരു പാമ്പിനെ പോലെ നിന്നെ തിരിഞ്ഞു കൊത്തും എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. സുഭാഷിതങ്ങൾ 24-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വീണ്ടും നമുക്ക് കുറേ കാര്യങ്ങൾ സൂക്തങ്ങളായിട്ട് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നത് അവിടെ നമുക്ക് കാണാൻ പറ്റും. 24-ാം അധ്യായത്തിൻ്റെ ആദ്യ വചനം തന്നെ നമുക്കെടുക്കാം. അവിടെ പറഞ്ഞിരിക്കുന്നത്, ദുഷ്ടരെക്കുറിച്ച് അസൂയ അരുത്. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മനസ്സിൽ കൂടെ പോകുന്ന ചിന്ത, ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു, എനിക്കറിയാവുന്ന മറ്റു പലരും ഒട്ടും പ്രാർത്ഥിച്ചില്ല, പക്ഷേ അവർ പാപ ജീവിതം നയിച്ചെങ്കിലും അവർക്കാണ് വളർച്ച, അവർക്കാണ് സാമ്പത്തിക ഉയർച്ച. അങ്ങനെയൊക്കെ കണ്ട് അസൂയപ്പെടുന്ന വ്യക്തികളുണ്ടാകാം. അതരുത് എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ദുഷ്ടരുടെ ഉയർച്ചയിൽ നീ അസൂയ അരുത്. 28-ന്റെ 28-ാമത്തെ വചനം, സുഭാഷിതങ്ങൾ തന്നെ 28-ന്റെ 28-ാമത്തെ വചനം കൂടി എടുക്കുമ്പോൾ അവിടെ പറഞ്ഞിട്ടുണ്ട്, ദുഷ്ടരുടെ ഉയർച്ചയിൽ ആളുകൾ ഞെട്ടി ഒളിക്കും, അല്ലെങ്കിൽ ഓടി ഒളിക്കും, അവർ ഭയപ്പെടും. പറയുന്നുണ്ട്, ദുഷ്ടര് അവരുടെ ജീവിതത്തിൽ ഉയർച്ച വന്നാലും അത് നിലനിൽക്കില്ല, അവർക്ക് മരിക്കും മുമ്പ് ശിക്ഷ ഉറപ്പാണ് എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. വീണ്ടും നമുക്ക് പ്രഭാഷകൻ 9:12 എടുക്കുമ്പോൾ, പ്രഭാഷകൻ 9:12 അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, അഹങ്കാരിയുടെ വിജയത്തിൽ ഭ്രമിക്കേണ്ട. അത് കണ്ട് നീ ഭ്രമിക്കേണ്ട കാര്യമില്ലെന്ന്, മരിക്കും മുമ്പ് അവന് ശിക്ഷ ഉറപ്പാണ് എന്നുള്ളത് ഈ വചനവും നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. പറയുന്നുണ്ട്, ദുഷ്ടരോട് കൂട്ടുകൂടാൻ ഒരിക്കലും നമ്മൾ ആഗ്രഹിക്കരുത്. സുഭാഷിതങ്ങൾ 24-ന്റെ 1-ാമത്തെ വചനം അവിടെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു കാര്യം നമ്മൾ ആഗ്രഹിക്കരുത്. അവർക്ക് എന്തും സംഭവിച്ചോട്ടെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നന്മയിൽ നമ്മുടെ ജീവിതം മുമ്പോട്ട് നയിക്കാനുള്ള ഒരു തീരുമാനമുണ്ടാകണം. ആ ഒരു ദൃഢനിശ്ചയത്തോടെ നമ്മുടെ ജീവിതത്തിൽ മുന്നേറാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. ഏതാനും ചില കാര്യങ്ങൾ കൂടി നമുക്ക് മനസ്സിലാക്കാം. ഇനി സുഭാഷിതങ്ങൾ 24-ന്റെ 3-ാമത്തെ വചനം എടുക്കാം. സുഭാഷിതങ്ങൾ 24 3-ാമത്തെ വചനം, ജ്ഞാനത്താലും വിവേകത്താലും ജീവിതം സുരക്ഷിതമാക്കുക. നമുക്ക് പലപ്പോഴും തോന്നിയേക്കാം, സെക്യൂരിറ്റി സിസ്റ്റംസൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുരക്ഷിതരാകും, നല്ല കെട്ടുറപ്പുള്ള ഒരു വീട് പണിതാൽ സുരക്ഷിതരാകും, മതിൽ വീടിന് ചുറ്റുമുണ്ടെങ്കിൽ സുരക്ഷിതരാകും എന്നൊക്കെ. ഇതല്ല യഥാർത്ഥ സുരക്ഷിതത്വം നമുക്ക് തരിക. ഇതെല്ലാം ഉണ്ടെങ്കിലും നമുക്കൊരു മാസീവ് ഹാർട്ട് അറ്റാക്ക് വന്നാൽ എന്തു ചെയ്യാൻ പറ്റും? പറയുന്നുണ്ട്, യഥാർത്ഥ സുരക്ഷിതത്വം നമുക്ക് നൽകുന്ന കാര്യത്തെക്കുറിച്ച് വചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജ്ഞാനത്താലും വിവേകത്താലും നീ ആ സുരക്ഷിതത്വം ഏറ്റെടുക്കുക. ഇവിടെ ശരീരത്തിന് എന്തെല്ലാം സംഭവിച്ചെന്ന് പറഞ്ഞാലും നമ്മുടെ ആത്മാവ് നശിക്കാതിരിക്കാൻ അത് സഹായിക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയിരിക്കാം. സുഭാഷിതങ്ങൾ 24 5ഉം 6ഉം വചനങ്ങൾ എടുക്കുമ്പോൾ വീണ്ടും മറ്റൊരു സൂക്തവാക്യം നമുക്കവിടെ കാണാൻ സാധിക്കും. അറിവും വിവേകവും വഴി വിജയം നേടുക. ജീവിത വിജയം നേടാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള 2 കാര്യങ്ങൾ അവിടെ പറഞ്ഞിരിക്കുകയാണ്. അറിവ്, യേശുവിനെക്കുറിച്ചുള്ള അറിവ്, ദൈവത്തെക്കുറിച്ചുള്ള അറിവ്, അതുപോലെ തന്നെ ഏത് സാഹചര്യത്തിലും എവിടെയാണ് യഥാർത്ഥ നന്മയെന്നറിയാൻ വിവേകം വേണം. അറിവും വിവേകവും ഇത് നമ്മെ ജീവിത വിജയത്തിലേക്ക് കൈപിടിച്ചുയർത്തും എന്നുള്ളത് കർത്താവിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യമാണ്. 24-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വചനം കൂടി എടുത്താൽ അടുത്ത വചനത്തിൽ നമ്മൾ കാണുന്നത്, ഭോഷത്വം വെടിഞ്ഞ് ജ്ഞാനിയാവുക. ഭോഷന്മാരായി ജീവിക്കേണ്ടവരല്ല ദൈവമക്കൾ, ജ്ഞാനികളായിട്ട് ജീവിക്കേണ്ടവരാണ്. അവരെ കാണുമ്പോഴാണ് കർത്താവിൻ്റെ ഹൃദയം ആനന്ദിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. പറയുന്നുണ്ട്, ഭോഷത്വം വെടിയണം. ഇനി ജ്ഞാനം ലഭിക്കാൻ, ജ്ഞാനത്തിൻ്റെ അഭിഷേകം ലഭിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കണം, ദൈവത്തിങ്കിലേക്ക് നമ്മൾ തിരിയണം. ചെറുപ്പം മുതലേ ജ്ഞാനം തേടുന്നവരായിട്ട്, അന്വേഷിക്കുന്നവരായിട്ട് നാം മാറണം എന്നുള്ളത് പ്രഭാഷകൻ 6:18 മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുന്ന ഒരു കാര്യം കൂടിയാണ്.
വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 24 അധ്യായത്തിൻ്റെ 8 വചനം. തിന്മ നനച്ച് ഉപജാപകൻ ആകരുത്. തിന്മ നനയ്ക്കുന്നവർക്ക് സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഉപജാപകനായി മാറുക. ഉപജാപകൻ എന്ന് പറഞ്ഞാൽ ചാരവൃത്തി, ദ്രോഹാലോചന, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപജാപകനാവുക എന്ന് പറഞ്ഞാൽ. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ജീവിതം വിട്ടുകൊടുത്ത് ഈ ചാരവൃത്തി അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാശം വരാനായിട്ട് അതിനു വേണ്ട കാര്യങ്ങൾ ഹൃദയത്തിൽ നനയ്ക്കുന്ന ഒരവസ്ഥ, അതിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക. 24 അധ്യായത്തിൻ്റെ 10 വചനം. ആപത്ത് ഘട്ടങ്ങളിൽ പതറിപ്പോകരുത്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ കോൺഫ്ലിക്ട്സ് ഉണ്ടാവും. വിശുദ്ധ മോനിക്കായുടെ ജീവിതത്തിലേക്ക് നോക്കിയാൽ ഒരു കാര്യം നമുക്ക് കാണാൻ സാധിക്കും. ജീവിത വിജയത്തിന് ആവശ്യമായിട്ടുള്ള ചില താക്കോലുകളെക്കുറിച്ച് അവർ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊന്നാണ് ആപത്ത് ഘട്ടങ്ങളിൽ സംയമനം പാലിക്കുക, പതറിപ്പോകരുത്. ഇനി അതിന് നമുക്ക് ദൈവികമായിട്ടുള്ള ജ്ഞാനം അത് സമ്പാദിച്ച് അതിൽ മുന്നേറാനായിട്ട് ആഴപ്പെടാൻ നമുക്ക് സാധിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. 24 അധ്യായത്തിൻ്റെ 11 വചനം അവിടെ പറഞ്ഞിരിക്കുന്നത്, കൊലയ്ക്ക് കൊണ്ടുപോകുന്നവരെ മോചിപ്പിക്കുക എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ മരണവക്കിൽ എത്തി നിൽക്കുന്നവരായിരിക്കാം, പലവിധ പ്രശ്നങ്ങളിൽ കഴിയുന്നവരായിരിക്കാം. അവരെ മോചിപ്പിക്കാനുള്ള ഒരു മനസ്സ്, പരിശ്രമം ദൈവമക്കളായി നമുക്ക് ഉണ്ടാകണം. നമ്മൾ കാണുന്നുണ്ട് ഒരു വിശുദ്ധൻ, വിശുദ്ധ റെയ്മൺ നൊണ്ണാത്തസ്. അദ്ദേഹം ഒരു സഭയിൽ ചേർന്നു. ആ സഭയുടെ പേര് തന്നെ കാരുണ്യമാതാവിൻ്റെ സഭ. അവരുടെ പ്രത്യേക ദൗത്യം ഈ അടിമകളെ മോചിപ്പിക്കുക. ഈ വിശുദ്ധൻ ഉണ്ടായിരുന്ന പണമെല്ലാം കൊടുത്ത് മോചിപ്പിക്കാവുന്നവരെ മോചിപ്പിച്ചു. അതിനുശേഷം തന്നെ അടിമയാക്കിക്കൊണ്ട് പോലും മറ്റുള്ളവരെ മോചിപ്പിക്കാൻ മുന്നോട്ട് വരുന്ന, അതിന് മനസ്സ് കാണിച്ച ഒരു വ്യക്തിയായിട്ട് ഈ വിശുദ്ധനെ നമുക്ക് കാണാൻ പറ്റും. 24 അധ്യായത്തിൻ്റെ 14 വചനം. നല്ല ഭാവി ഉണ്ടാകാൻ ആത്മാവിന് ജ്ഞാനം പകരുക. അങ്ങനെയുള്ളവർക്കാണ് നല്ല ഭാവി ഉണ്ടാവുക. ആത്മീയ കാര്യങ്ങൾ മറന്നല്ല, നമ്മുടെ ശരീരത്തിൻ്റെ കാര്യങ്ങളുമായിട്ട് നാം മുമ്പോട്ട് പോകേണ്ടത്. 24:15. നീതിമാൻ്റെ പാർപ്പിടത്തിനെതിരെ പതിയിരിക്കരുത്. 24:17. ശത്രുവിൻ്റെ പതനത്തിൽ ആഹ്ലാദിക്കരുത്. 24:21 വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട്, കർത്താവിനെയും രാജാവിനെയും ഭയപ്പെടുക. 24:30 മുതൽ വായിക്കുമ്പോൾ ഏതാനും പ്രധാനപ്പെട്ട കാര്യങ്ങൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. ന്യായം വിധിക്കുമ്പോൾ പക്ഷപാതം കാണിക്കരുത്. കുറ്റവാളിയെ നിരപരാധിയായിട്ട് പറയരുത്. സത്യസന്ധമായി ഉത്തരം നൽകുക. പകരം വീട്ടരുത്. ഇതെല്ലാം ഈ വചനഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്ന കാര്യങ്ങളാണ്. പ്രിയപ്പെട്ടവർ, ഇതെല്ലാം ആപ്തവാക്യങ്ങളാണ്. നമ്മുടെ ജീവിതത്തിന് അർത്ഥം പകരുന്ന, നന്മ പകരുന്ന കാര്യങ്ങൾ അവ ഹൃദയസ്ഥമാക്കി ജീവിക്കുവാൻ വേണ്ട അഭിഷേകത്തിനായിട്ട് ഈ ആരാധനയിൽ ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കുകയും ചെയ്യാം. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യനാഥൻ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മളെ രക്ഷിക്കുന്ന, സഹായിക്കുന്ന സർവശക്തനായ ദൈവം ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. കേട്ട വചനങ്ങളുടെ വെളിച്ചത്തിൽ നമുക്കൊരു പുതിയ അഭിഷേകം കിട്ടുവാൻ ആഗ്രഹിക്കാം. ബോധ്യങ്ങൾ ലഭിക്കുവാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. അതിൻ്റെ വെളിച്ചത്തിൽ ഇനി മുമ്പോട്ട് അർത്ഥവത്തായ ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ നമുക്ക് ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ കരങ്ങളിൽ നമ്മെയും നമ്മുടെ എല്ലാ അവസ്ഥകളെയും സമർപ്പിച്ചുകൊണ്ട് അല്പസമയം നമുക്ക് സ്വതന്ത്രമായിട്ട് ദൈവത്തെ സ്തുതിച്ച് മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ ആരാധന, യേശുവേ ആരാധന, യേശുവേ ആരാധന. ദൈവമേ, അങ്ങ് ജീവിക്കുന്ന ദൈവമാണ്, സർവശക്തനായ ദൈവമാണ്. അങ്ങേക്കൊന്നും അസാധ്യമല്ല. ഞങ്ങളായ യാഥാർത്ഥ്യം വിശ്വസിക്കുകയും അത് ഏറ്റുപറഞ്ഞ് അങ്ങയെ വിളിക്കുകയും ചെയ്യുന്നു.
കർത്താവേ കരുണയായിരിക്കണമേ. ഞങ്ങളുടെ മേലും ലോകം മുഴുവൻ്റെ മേലും കരുണയായിരിക്കണമേ. ഞങ്ങളുടെ കുടുംബത്തെയും കുടുംബാംഗങ്ങളെയും കാരുണ്യപൂർവ്വം അങ്ങ് കാണണമേ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും അവിടുന്ന് പരിഗണിക്കണമേ, ഏറ്റെടുക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, വചനം ധ്യാനിച്ചവരാണ് നമ്മൾ. സുഭാഷിതങ്ങൾ 23-22 വചനം ഒരിക്കൽ കൂടി ഹൃദയത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം. 2 കാര്യങ്ങൾ ദൈവം അവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, ദൈവത്തെ കേട്ട് ജീവിക്കണം. രണ്ടാമത്തെ കാര്യം, ദൈവത്തിൽ നിന്ന് കേട്ടത് അനുസരിച്ച് ജീവിക്കണം. ഈ 2 കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് നേട്ടം വരുത്തുന്ന കാര്യങ്ങളാണ്. ദൈവം ഇസ്രായേൽ ജനത്തെ കൂടെ വിളിച്ചു പറഞ്ഞു, ഇസ്രായേലെ കേൾക്കുക, ഞാൻ പറയുന്നത് കേൾക്കുക, എൻ്റെ വചനം കേൾക്കുക, എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഐശ്വര്യമുണ്ടാകും, നിങ്ങളുടെ കുടുംബത്തിന് ഐശ്വര്യമുണ്ടാകും. നിങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നോ അവർക്കെല്ലാം ഐശ്വര്യമുണ്ടാകും. നമുക്ക് ആ ബോധ്യത്തോടെ അല്പസമയം സ്നേഹപൂർവ്വം ഈശോയെ നോക്കിയിരിക്കാം. ഈശോയെ, അങ്ങാണ് ഞങ്ങളുടെ സങ്കേതം, അങ്ങാണ് ഞങ്ങളുടെ ശക്തി, അങ്ങാണ് ഞങ്ങളുടെ അവകാശം. ഈശോയെ, അങ്ങയെ നോക്കിയിരിക്കുന്ന ഞങ്ങളിലേക്ക് അവിടുത്തെ ശക്തിയും കൃപയും വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനം 123 2 വചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഇപ്രകാരം നോക്കിയിരുന്ന് പ്രാർത്ഥിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും. ആ കരുണ ലഭിക്കുവോളം ഞാൻ എൻ്റെ കർത്താവിനെ നോക്കിയിരിക്കുമെന്നാണ് സങ്കീർത്തകൻ പറഞ്ഞത്. നമുക്കും ഈശോയിലേക്ക് നോക്കാം. ഇവിടെ വേദനകൾ അറിയുന്ന ഈശോ ഈ അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയം, നമ്മുടെ അവസ്ഥകൾ, ആവശ്യങ്ങൾ, നമ്മുടെ ദാരിദ്ര്യ, ദുഃഖം, സാമ്പത്തികമായിട്ടുള്ള ബാധ്യതകൾ എല്ലാം അറിയുന്ന ദൈവം, സമ്പന്നനായ ദൈവം, തൻ്റെ മഹത്വത്തിൻ്റെ സമ്പന്നതയിൽ നിന്ന് നമ്മെയും സമ്പന്നരാക്കാൻ കഴിവുള്ള ദൈവം അൾത്താരയിൽ എഴുന്നള്ളിയിരിക്കുന്ന സമയമാണ്. ഈശോയിലേക്ക് നോക്കുമ്പോൾ ഈശോയെ നമുക്ക് ആരാധിക്കാം, സ്നേഹിക്കാം. അവിടുത്തെ കരങ്ങളിൽ നമ്മുടെ ജീവിതം സമർപ്പിക്കാം. അവിടുത്തെ കേൾക്കുവാനും അവിടുത്തെ അനുസരിച്ച് ജീവിക്കുവാനുമുള്ള ആ ഒരു തീരുമാനമാകട്ടെ നമ്മുടെ ഭാഗത്ത് നിന്ന് വരുന്നത്. നമ്മുടെ കുടുംബത്തെയും നമുക്കറിയാവുന്ന മറ്റു പല വ്യക്തികളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. ആ പ്രാർത്ഥനാ നിയോഗങ്ങളെല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. കർത്താവേ, കാരുണ്യവനായ ദൈവമേ, അവിടുത്തെ ശക്തിയാൽ ഇവരെ ഓരോരുത്തരെയും നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരിപ്പോൾ എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുന്നു അവയെല്ലാം അങ്ങ് പരിഗണിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ ആശ്രയിക്കുന്നത് അങ്ങിലാണ്. ഞങ്ങളെ രക്ഷിക്കാനും സഹായിക്കാനും സുഖപ്പെടുത്താനും കഴിവുള്ളവൻ അങ്ങാണ്. ആ സൗഖ്യത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവർക്ക് വേണ്ടതെല്ലാം നൽകി അനുഗ്രഹിക്കുവാൻ തിരുവുള്ളമാകണമേ. ഞങ്ങൾക്ക് നന്മയാകുന്നത് എന്തെന്നറിയുന്ന നല്ല ദൈവമേ, അതെല്ലാം നൽകി അനുഗ്രഹിക്കുവാനും അങ്ങ് തിരുമനസ്സാകണമേ. പ്രിയപ്പെട്ടവരെ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ നിങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ദൈവം നമ്മോട് സംസാരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി നമുക്ക് അനുഭവേദ്യമാകട്ടെ. ആ ഒരു അനുഭവത്തിൽ ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദവും നമുക്ക് സ്വീകരിക്കാം. യേശുവേ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളെ അനുഗ്രഹിക്കുന്ന കർത്താവെ, ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ ആരാധിക്കുന്നു. ഞങ്ങൾക്ക് വേണ്ടതെല്ലാം ഞങ്ങളുടെ മേൽ വർഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.